ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രേക്കിംഗ് ബീറ്റ് ആണ്. അപ്പൊ ബ്രേക്കിംഗ് ബീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് എന്തൊക്കെയാണ് ബ്രേക്കിംഗ് ബീറ്റ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബ്രേക്കിംഗ് ബീറ്റ് ഉണ്ടായത് ഫങ്കിൽ നിന്നാണ്. അപ്പോൾ ഒറിജിനൽ ഫങ്ക് സാമ്പിൾസ് എടുത്തിട്ട് അതിൽ ബ്രേക്കുകൾ ഉണ്ടാക്കി അതിൽ ഡി ജെ കൂളർക്ക് ഒരൊറ്റ ടേൺ ടേബിൾസ് ഉണ്ടായിരുന്നതിൽ രണ്ടെണ്ണത്തിൽ രണ്ട് ഫങ്ക് മ്യൂസിക് ഇട്ട് അതിനെ എന്താണ് ഈ പറയുന്ന ബ്രേക്കുകൾ ഉണ്ടാക്കിയിട്ടാണ് പുള്ളി ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു രീതിയിലുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അത് ചെയ്തു വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത്, എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ BPM എന്ന് പറയുന്നത് 111. സോ നമുക്കിപ്പോൾ ഹൈ ഹാറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് എന്നാണ്, ഇത് ഫങ്ക് മ്യൂസിക്കാണ്. നമ്മൾ ഫങ്ക് മ്യൂസിക്കിനെ നമ്മൾ ഈ പറഞ്ഞ ഡി.ജെ കൂളർക്ക് ബ്രേക്സ് ഉണ്ടാക്കി ചെയ്തതാണ്. അപ്പോൾ ഫങ്ക് മ്യൂസിക് ആക്ച്വലി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇൻസ്ട്രുമെൻറ്റ്സ് അവർ മറ്റേ എന്താണ് മനുഷ്യന്മാർ തന്നെ ഇരുന്ന് വായിച്ചെടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് സെക്കൻഡ് വ്യത്യാസങ്ങൾ ഓരോ ഋതത്തിനുമുണ്ട്, എന്ന് വെച്ചാൽ ഓരോ കൊടുക്കുന്നതിനുണ്ട്. സോ അത് മനസ്സിലാക്കി നമ്മൾ ഈ പറയുന്ന പോലെ ഉള്ള ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ എല്ലാത്തിനും ഇട്ടിട്ട് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ പറയുന്ന മറ്റൊരു ഫീൽ കിട്ടില്ല. ആ ചെറിയൊരു മൈന്യൂട്ട് കാര്യങ്ങളാണ്, പക്ഷെ അത് നമുക്കൊരു സാധനം കിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ കണക്ക് എന്താണ്, പിന്നെ ബ്രേക്സ് എടുത്ത് ഉണ്ടാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സോ നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടി ഒരു സാധനം കിട്ടാൻ വേണ്ടി, ഒരു ഋതവും ഒരു സ്വിങ് കിട്ടാൻ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഓരോ ഓരോന്നും നമുക്കിങ്ങനെ താത്തി കൊടുക്കാം. അതിൻ്റെ വെലോസിറ്റി താത്തി കൊടുക്കാം, ഇടവിട്ടുള്ളതിന് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചുകൂടി സ്വിങ് കിട്ടും. യെസ്, ഓക്കെ. ഓപ്പൺ ഹൈ ഹാറ്റ്. സോ നമ്മൾ ബേസിക്കലി ഇതിനും ഇതേ പരിപാടി തന്നെ നമ്മൾ പിടിക്കണം. ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആ ടൈമിങ് സെറ്റാക്കി നമുക്ക് കൊടുക്കണം. ഒരു ഡ്രംസാണ് നമ്മൾ അപ്പോൾ ആദ്യം ചെയ്യുന്നത് തന്നെ. അപ്പോൾ എന്താണ്, പിന്നെ ആ ടൈമിങ് ഇത് ഒരു മനുഷ്യനിരുന്ന് വായിക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. യെസ്, വേറെ കാര്യം കൂടെ ഇടാം. സെയിം പരിപാടി തന്നെ ഇതിനും നമുക്ക് ചെറിയൊരു ടൈം വ്യത്യാസം കൊടുക്കണം. യെസ്, ഓക്കെ. അടുത്ത് നമുക്ക് സ്നെയർ കൊടുക്കാം. നമുക്കൊരു നമ്മൾ അതും കൂടെ കൊടുക്കാം. അപ്പോൾ കാരണം നമുക്ക് കുറച്ചുകൂടെ ഒരു ബൗൺസ് കിട്ടും. താത്തിന്ന് കൊടുക്കാം. അതൊരു ഗോസ്റ്റ് നോട്ട് പോലെ നമുക്ക് സെറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ മറ്റേ സെയിം പരിപാടി തന്നെ. സ്നെയറിന് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു ചെറിയൊരു മൈന്യൂട്ട് സെക്കൻഡ്സിന്, മില്ലി സെക്കൻഡ്സിന് നമ്മൾ വ്യത്യാസത്തിൽ നമ്മൾ അതിനും ഒരു ഇത് കൊടുക്കുകയാണ്. കറക്റ്റ് ടൈമിങ്ങിലല്ല കൊടുക്കുന്നത്. എല്ലാത്തിനും അങ്ങനെ തന്നെ കൊടുക്കണം. ഓക്കെ,
ഏയ് ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, ഇനി കിക്ക് നോക്കണം. കിക്ക് നമ്മൾ പൊതുവെ കൊടുക്കുന്ന ഒരു പാറ്റേൺ അല്ല. അപ്പോൾ കിക്കിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ക് മ്യൂസിക് 1 എന്നുള്ള ഒരു കൗണ്ട് എപ്പോഴും എംഫസൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു മ്യൂസിക് ജോണറാണ്. അപ്പം അതിനനുസരിച്ച് ഇപ്പം ഇവിടെ 1ഉം 3ഉം കൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രിഡ് നോക്കി കഴിഞ്ഞാൽ തന്നെ അത് 1ലും 3ലുമാണ് ഏറ്റവും കൂടുതൽ മറ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഇത് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ബ്രേക്കിംഗ് ബീറ്റ് നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വരുന്നത് 1 എന്നുള്ള കൗണ്ടിൽ അടിച്ച് കയറിയാണ് പോകുന്നത്. 1 എന്നുള്ള കൗണ്ട് എംഫസൈസ് ചെയ്ത് നിൽക്കും. ബാക്കി നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കയറി നിങ്ങൾ വേറെ ബാക്കിയുള്ളത് പിന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ബ്രേക്കിംഗ് ബീറ്റ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഓൾറൈറ്റ്, നമുക്കിത് സെയിം പരിപാടി തന്നെ നമുക്കിതിലും കൊടുക്കണം. ലെറ്റ്സ് ഗോ. നമുക്കൊരു കിക്ക് കൊണ്ട് നമുക്ക് ആദ്യം കൊടുക്കുക ഒരു ഗോസ്റ്റ് നോട്ട് പോലെ. യെസ്, ഇവിടെയും കൊടുക്കാം. അതിന് ഈ പറഞ്ഞ കണക്ക് നമ്മൾ നൈസായിട്ട് വെലോസിറ്റിയും താത്ത് നമ്മുടെ ഈ ഒരു മില്ലി സെക്കൻഡും താത്തി വിടുന്നുണ്ട്. താത്തി കൊടുക്കുക വെലോസിറ്റി. ഓക്കെ, നമുക്കിനി ഒരു ഷേക്കറും കൂടെ കൊടുക്കാം. കുറച്ചും കൂടെ ഗ്രൂവ് അപ്പ് കിട്ടും, കുറച്ചും കൂടെ ഒരു ഓളം വെപ്പ്. അതാണ് നമ്മൾ ഷേക്കറും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷേക്കറും ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഫങ്ക് മ്യൂസിക്കിൽ ഷേക്കർ കുറേ യൂസ് ചെയ്യുന്നതാണ്. സോ ഷേക്കർ കൊടുക്കാം. മറ്റേ അതേ ടെക്നിക്ക് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹൈ ഹാരിന് കൊടുത്ത് അതേ പരിപാടി തന്നെ നമുക്ക് കയറ്റി ഇറക്കി അത് വെലോസിറ്റിക്ക് നമുക്ക് വ്യത്യാസം കൊടുത്താൽ സ്വിങ് നല്ലപോലെ കിട്ടും. ഓക്കെ, ഓളെ. സോ നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. യെസ്, മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓളെ. ഏയ് 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 ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഒരു പെർക്കഷൻ കൂടെ കൊടുക്കാം. മോസ്റ്റ് ഓഫ് എന്താണ് ഈ പറയുന്ന ഫങ്ക് മ്യൂസിക് ഇതുപോലെ കുറേ സൗണ്ട്സ് യൂസ് ചെയ്യുന്നതാണ്. ഏയ് ലെറ്റ്സ് ഗോ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. യെസ്, ഏയ് ഏയ് ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ, ഓൾറൈറ്റ്. സോ നമുക്കിനി ബേസ് കൊടുക്കാം. സോ ഞാനിപ്പം ഇടുന്ന ബേസിൻ്റെ സൗണ്ട് ഏബിൾട്ടൻ്റെ സ്വന്തം കിടക്കുന്നൊരു ബേസാണ്. നമ്മളത് പിന്നീട് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. വേവ്സിൻ്റെ ബാസ് ഫിംഗർ എന്ന് പറയുന്ന VST കൊണ്ട് നമ്മൾ ബാസ് ഫിംഗർ എന്ന് പറഞ്ഞ VST കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാവും. ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, നമുക്ക് ഒക്ടേവ് താത്തി ഇടാം. അപ്പോൾ നമ്മളൊരു ക്രാഷും കൂടെ കൊടുത്തു. Let's go. Alright.
അപ്പോൾ നമ്മൾ ബാസ് ഫിംഗറൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നൈസായിട്ട് നമുക്ക് ഈ സ്നെയറിൻ്റെ സൗണ്ട് ഒന്ന് മാറ്റി കൊടുക്കണം. നമുക്കതൊന്ന് അതിൻ്റെ ഒന്ന് ഹിറ്റ് കുറച്ചുകൊണ്ട് സെറ്റ് ചെയ്തെടുക്കണം. ഓൾറൈറ്റ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ സൗണ്ട് ഒരെണ്ണം നമുക്ക് കയറ്റാം. ബ്രാസാണ് കയറ്റുന്നത്. അപ്പം നിങ്ങളുടെ സോങ്സ് നിങ്ങൾ മിക്സ് മാസ്റ്ററിന് വേണ്ടി നിങ്ങൾ ആളെ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട, ഡയറക്റ്റ് എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പല സ്കീമുകളുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് പാട്ടുകൾ സെറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഇറക്കി വിടാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. Let's go. ഇറക്കിയിടാത്. Alright. Let's go. ഇവിടെ ഒരെണ്ണം കൂടെ കൊടുക്കാം. Yeah, let's go. ഒക്ടേവ് താത്തിയിടാം. Let's go. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം. Let's go. സോ അടുത്ത സൗണ്ട് നോക്കിയിടാം. സോ എൻ്റെ മനസ്സിലൊരു സാമ്പിൾ എടുത്തിട്ട് ഓക്കെ, നമുക്ക് റീസാമ്പിൾ ചെയ്യാം. ഓൾറൈറ്റ്. Let's go. Duplicate. Let's go. അപ്പോൾ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് Let's go. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്ത് ബ്രേക്സ് പോകുന്ന പോലെ പോകാൻ പറ്റണം. ഒക്കെ താത്തിയിട്ട് കൊടുക്കുക. ബ്രേക്സ് പോലെ പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ഇമ്പാക്റ്റ് കിട്ടും. Let's go. അടുത്ത നമുക്ക് ലെയർ ഇടാം. ഓക്കെ, നമുക്ക് സാക്സോഫോൺ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ ലെയർ ഇടുമ്പോഴും നമ്മൾ അവിടെ പമ്പിങ് ആണ് മെയിനായിട്ട് വരേണ്ടത്. ഫങ്കിൻ്റെ ഒരു സാധനത്തിൽ അതിൻ്റെ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. എങ്കിലേ കറക്റ്റ് ആ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു Let's go.
അപ്പോൾ നമ്മളൊരു ലെയറും കൂടെ നമ്മൾ എടുത്ത് ഇടുകയാണ് അതിൻ്റെ ഇടയിലോട്ട്, കുറച്ചും കൂടെ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിൽ സ്കെയിൽ ഇപ്പോൾ കിടക്കുന്ന നമ്മൾ അതൊന്ന് എന്താണ് നമ്മളൊരു +5 കയറ്റി ഇടാൻ പോവാണ് പിച്ച്, കറക്റ്റ് സ്കെയിൽ കിടക്കാനായിട്ട്. ഏയ് ലെറ്റ്സ് ഗോ. സോ അടുത്ത ഒരു ലെയറും കൂടെ നമുക്ക് കൊടുക്കാം. Let's go. Hey. Let's go. Duplicate ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ്. കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബ്രേക്കിംഗ് ബീറ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കിത് ഫുൾ ഒന്ന് സ്ട്രക്ചർ ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫുൾ എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. ഇൻട്രോ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫങ്ക് ആണ്. ഫങ്ക് ഓൾവേസ് ഡ്രംസ് ഹിറ്റ് ചെയ്യുന്ന പോലെ എല്ലാം ഹിറ്റ് ചെയ്യണം. എപ്പോഴും അത് മനസ്സിൽ വെച്ചോണം. Let's go. 3, 2, 1. Hey. Let's go. Hey. വേഴ്സിന്റെ പോർഷനോട് നമ്മൾ കയറിയേക്കാണ്. ബേസിക്കലി ബ്രേക്കിംഗ് ബീറ്റ് ആക്ച്വലി എന്താണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബീറ്റ്സ് ആണ്, ബ്രേക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മളിവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് റാപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തേക്കാണ്. സോ അതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. Let's go. ബ്രിഡ്ജ് കയറി. Let's go. And 3, 2, 1. Hey. Hit it. Ooh. Hey. Verse-ലോട്ട് കയറി. Second verse. Hit it. Let's go. Hey. വീണ്ടും ബ്രിഡ്ജിലോട്ട് കയറി. ലെറ്റ്സ് ഗോ. Three, 2, 1, go. Hey. Let's go. Outro. Let's go. Hey. Let's go. Hey. Yeah, let's go.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.